ഹലോ, അംബജ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെന്നാൽ കഥ പറഞ്ഞാലോ? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കഥയുടെ പേരാണ് 100 വർഷം ഉറങ്ങിക്കിടന്ന പ്രവാചകൻ. റൈറ്റിംഗ് ബൈ ഷഫീന റുഷ്ദ. ഈ കഥയുടെ ഫസ്റ്റ് പാർട്ട് ചാനലിലുണ്ട്. എന്നാൽ നമുക്ക് കഥ തുടങ്ങാം, അല്ലേ? ഉസൈർ നബി മരിച്ചുകിടക്കുന്ന ചുടുകാട്ടിലൂടെ പലരും കടന്നുപോയെങ്കിലും നബിയെയും കഴുതയെയും ആരും കണ്ടില്ല. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു. ഉസൈർ നബി തിരിച്ചുവരുമെന്ന പ്രത്യാശ ജനങ്ങൾ കൈവിട്ടു തുടങ്ങി. പിതാവിനെ ഇനി കാണാൻ കഴിയില്ലെന്ന് മക്കൾക്കുറപ്പായി. തനിക്കും മക്കൾക്കും അദ്ദേഹത്തിന്റെ സ്നേഹവും സംരക്ഷണവും ലഭിക്കുകയില്ലെന്ന് പത്നിക്കും ബോധ്യമായി. അവരെല്ലാം വളരെക്കാലം അദ്ദേഹത്തെ ഓർത്തു ദുഃഖിച്ചുകൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മക്കളും പത്നിയും വീട്ടുവേലക്കാരിയും മാത്രം അദ്ദേഹത്തെ ഓർത്തു. വീട്ടുവേലക്കാരിയായ അടിമ സ്ത്രീയോട് ഉസൈർ നബി വളരെ ദയോടെയായിരുന്നു പെരുമാറിയിരുന്നത്. ഉസൈർ നബി ഗ്രാമത്തിൽ നിന്ന് പോകുമ്പോൾ അവൾക്ക് 20 വയസ്സായിരുന്നു. ഉസൈർ നബി പോയിട്ട് 10 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 വർഷം തികഞ്ഞു. അതെ, ഉസൈർ നബി മരിച്ചിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഉസൈർ നബിയെ ഉണർത്താൻ ദൈവകൽപ്പനയുണ്ടായി. 100 വർഷം മരിച്ചുകിടന്ന ഉസൈർ നബി ഇതാ പുനർജനിക്കാൻ പോകുന്നു. അങ്ങനെ ഉസൈർ നബി കണ്ണുകൾ തിരുമ്മി തുറന്ന് എഴുന്നേറ്റിരുന്ന് ചുറ്റും നോക്കി. ഇടിഞ്ഞ ചുമരുകളും തകർന്ന കല്ലറകളും കണ്ടു. താൻ ഇതുവരെ ഉറങ്ങുകയായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിച്ചു. അതെ, തോട്ടത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങിയതാൻ വഴിക്കുള്ള ഈ കാട്ടിൽ ഉറങ്ങിപ്പോയി. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഹോ, എന്റെ ഉച്ചയുറക്കം ഇത്തിരി നീണ്ടുവോ? അദ്ദേഹം ചിന്തിച്ചു. അടുത്തുണ്ടായിരുന്ന മലക്ക് അപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, എത്ര സമയം ഉറങ്ങി? 1/2 ദിവസം. അപ്പോൾ മലക്ക് പറഞ്ഞു, താങ്കളിവിടെ 100 വർഷമായി ഉറങ്ങുന്നു. താങ്കളിവിടെ 100 വർഷമായി മരിച്ചുകിടക്കുന്നു. മരിച്ചു മണ്ണായവരെ വീണ്ടും ജീവിപ്പിക്കുന്നതെങ്ങനെയെന്ന പ്രവാചകന്റെ അത്ഭുതവും അജ്ഞതയും തീർത്തുതരാൻ വേണ്ടിയുള്ള അല്ലാഹുവിന്റെ ഒരു നടപടിയായിരുന്നു ഇതെന്നും മലക്ക് വിശദീകരിച്ചു. 100 വർഷം താൻ ഉറങ്ങിയെന്നത് ഉസൈർ നബിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന് മലക്കിനു മനസ്സിലായി. മലക്ക് പറഞ്ഞു, താങ്കളുടെ കഴുതയെ നോക്കുക. നബി കഴുതയെ കെട്ടിയിട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ കഴുതയുടെ എല്ലുകൾ പൊടിഞ്ഞുണ്ടായ അല്പം മണ്ണു മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദൈവികമായ ഒരു അശരീരിയുണ്ടായി. മരിച്ചരെ അല്ലാഹു ജീവിപ്പിക്കുന്നതെങ്ങനെയെന്ന് നിനക്ക് കാണണോ ഉസൈർ? എങ്കിൽ ഭൂമിയിലേക്ക് നോക്കുക. നിന്റെ കഴുതയുണ്ടായിരുന്ന മണ്ണിലേക്ക് നോക്കുക. മലക്ക് അല്ലാഹുവിന്റെ അനുമതിയോടെ കഴുതയുടെ അസ്ഥികളെ വിളിച്ചു. എല്ലിന്റെ ധൂളികൾ എല്ലായിടത്തുനിന്നും വിളികേട്ടു. ചിതറിക്കിടന്നിരുന്ന അവയെല്ലാം ഒരിടത്ത് ഒത്തുചേർന്ന് പഴയപോലെ അസ്ഥികളായി മാറി. നാഡികളോടും ഞരമ്പുകളോടും പേശികളോടും മാംസങ്ങളോടുമെല്ലാം ഉണ്ടാവാൻ അല്ലാഹു കൽപ്പിച്ചു. അവയെല്ലാം ഉണ്ടായി. നബി നോക്കിയിരിക്കുമ്പോൾ തന്നെ അവ കഴുതയുടെ അസ്ഥികൂടത്തെ പൊതിഞ്ഞു. അതിനു മുകളിൽ തൊലിയുണ്ടായി. തൊലിപ്പുറത്ത് രോമങ്ങൾ മുളച്ചു. ചാവുമ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലുള്ള ഒരു കഴുതയായി. പിന്നീട് മലക്ക് അല്ലാഹുവിന്റെ അനുമതിയോടെ കഴുതയുടെ ജനത്തിലേക്ക് അതിന്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചു. കഴുത ഉടൻ തടിപ്പിടഞ്ഞെഴുന്നേറ്റു. അത് വാലുയർത്തി മുരണ്ടു തുടങ്ങി. കൺമുമ്പിൽ കണ്ട അത്ഭുതം ഉസൈർ നബി ഇമവെട്ടാതെ നോക്കിനിന്നു. മണ്ണും ധൂളിയുമായി തീർന്ന അസ്ഥിപഞ്ജരങ്ങളിൽ നിന്ന് ജീവജാലങ്ങളെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആശ്ചര്യത്തോടെ കണ്ടറിഞ്ഞു. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ഞാൻ അറിയുന്നു. ഉസൈർ നബി അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ഉസൈർ നബി കഴുതപ്പുറത്ത് കയറി ഗ്രാമത്തിലേക്ക് മടങ്ങി. ഉസൈർ നബിയെ അല്ലാഹു ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കുകയായിരുന്നു. പുനർജന്മത്തിന്റെയും മരണാനന്തര ജീവിതത്തിന്റെയും സജീവമായൊരു ദൃഷ്ടാന്തം. സന്ധ്യാനേരത്താണ് ഉസൈർ നബി ഗ്രാമത്തിലെത്തിയത്. ഗ്രാമത്തിന് സംഭവിച്ച മാറ്റങ്ങൾ കണ്ട് ഉസൈർ നബി അത്ഭുതപ്പെട്ടു. ഈ കഥയുടെ തുടർഭാഗം അടുത്ത പാർട്ടിൽ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കഥകളുമായി വീണ്ടും വരാം. ബൈ ബൈ.